ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാരിന് സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അവിടെ തന്നെയാണ് പ്രജിത്ത് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായി ആ കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റാണ്, അത് അംഗീകരിക്കാനാവില്ല എന്നാണ് പ്രാഥമികമായി കോടതിക്കൊരു നിരീക്ഷണത്തിലെത്താൻ സാധിച്ചിട്ടുള്ളത്. അത് അന്തിമമായ വിധി എന്നൊന്നും നമ്മളിപ്പോൾ പ്രഖ്യാപിക്കരുത്, പ്രത്യേകിച്ചും കോടതിയുടെ വിധിയും കോടതിയുടെ ഒരു നടപടിയുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ വിധിയുടെ സമാന രീതിയിലുള്ളൊരു വിധി നേരത്തെ ഉണ്ടായിരുന്നു, ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ഏതാണ് കോടതി എന്ന് എനിക്ക് ഓർമ്മയില്ല, പണ്ട് പഠിച്ചൊരു ഓർമ്മ വെച്ച് ഞാൻ വെറുതെ കൃത്യമായൊന്ന് കണക്കുകൾ പറയാതെ കൃത്യമായ വിഷയം മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ധർണ നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിരിച്ചുവിട്ടപ്പോൾ കോടതി ആ പിരിച്ചുവിടുന്നത് റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും പിരിച്ചുവിടുന്ന നടപടി, അതായത് അതിന് കണ്ടെത്തിയ കൃത്യമായ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ചെറിയ തെറ്റിന് വലിയ ശിക്ഷ പാടില്ല എന്നാണ്. പക്ഷേ ഈ അധ്യാപകൻ തെറ്റ് ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ എനിക്കൊരു അഭിപ്രായവുമില്ല. പക്ഷേ ഈ അധ്യാപകൻ ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ തന്നെ ആ തെറ്റ് ചെയ്തത് തിരുത്താനുള്ള പല ഫോറങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ഒരു മണ്ടത്തരം എഴുതി വിടുകയാണ്, അല്ലെങ്കിൽ ഈ വാർത്തയിൽ പ്രക്ഷേപണം നടത്തുകയാണെങ്കിൽ അതിവിടെ നിയന്ത്രിക്കാൻ സംവിധാനങ്ങളുണ്ട്. ന്യൂസ് എഡിറ്ററുണ്ട്, അതിന് മുകളിൽ എഡിറ്റിംഗ് സംവിധാനമുണ്ട്, അന്തിമമായി ചീഫ് എഡിറ്ററുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലൂടെ അത് കർട്ടയിൽ ചെയ്യാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അത് ആ സംവിധാനം വഴി എഇക്ക് ഈ സാധനം എത്തിയിരിക്കുന്നു, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർക്ക് എത്തിയിരിക്കുന്നത് അവിടെ നിയന്ത്രിക്കാമായിരുന്നു. അങ്ങനെ പിന്നെ അതിനപ്പുറം ഇദ്ദേഹം ഈ കോടതിയിൽ വാദിച്ചപ്പോൾ പറഞ്ഞ മറ്റൊരു വിചിത്രമായൊരു വാദം കൂടിയുണ്ട്. അതാണ് ഏറെ കൗതുകമുണർത്തിയത്. ഇന്നലെ ഞാനത് കാണുമ്പോൾ തന്നെ എന്താണ് ഇതിന് അർത്ഥം എന്നാണ് ഞാൻ ആലോചിച്ചത്. അതായത് സവർക്കർ ജയിലിൽ കിടന്ന കാലയളവ് സംബന്ധിച്ച് കൃത്യമായ രേഖയില്ല. ഇത് ഇങ്ങനെയാണ് ഓരോ വാദങ്ങളൊക്കെ കോടതിയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ നമുക്ക് സാമാന്യ ബുദ്ധി വെച്ച് മനസ്സിലാക്കാമല്ലോ, ഈ 27 വർഷത്തിലേറെ 28 വർഷത്തിന് താഴെയുള്ള ഒരു കാലയളവ് അദ്ദേഹം ജയിലിലുണ്ടായിരുന്നു. ആ സെല്ലുലാർ ജയിൽ ഇന്നും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു വീട്ടുതടങ്കലിലും ഒക്കെ ആയി. എനിവേ ആ ജയിൽ, സെല്ലുലാർ ജയിൽ, വീട്ടുതടങ്കൽ എന്ന് പറയുമ്പോൾ വീടാണ്. ഈ സെല്ലുലാർ ജയിലിൽ അദ്ദേഹത്തെ കയ്യിനും കാലിനും പൂട്ടിട്ട് വേറെ വല്ലാത്ത പീഡനം അനുഭവിച്ചൊരു മനുഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ അവിടെ താമസിപ്പിച്ചതിൻ്റെ തെളിവുകൾ അദ്ദേഹം തന്നെ കവിതകളായി എഴുതി വെച്ചിട്ടുണ്ട് ആ സെല്ലിന് മുകളിൽ. അത് ഇന്ന് മോണുമെൻ്റലായി അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താണോ ഉദ്ദേശിച്ചത് നമുക്കറിയാവുന്നതാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഒരു പച്ചവൽക്കരണം നടന്നിരുന്നത്. വേറെ അർത്ഥത്തിലെടുക്കരുത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലെ ടേബിൾ പച്ച, ടേബിളിലെ വിരി പച്ച, ഫോണ് പച്ച, ഫോണിൻ്റെ വയറ് പച്ച, സർവത്ര പച്ച. ഇതൊന്നും പോരാത്തതിന് ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കാറിൻ്റെ ബോർഡ് തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് എഴുതി വയ്ക്കില്ല, അതും പച്ച. അത് നിയമലംഘനമൊക്കെയാണ്, അത് വലിയ പ്രശ്നമൊക്കെയായി. അത്തരത്തിൽ ഈ പച്ചവൽക്കരണം നടത്തുക, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അന്ധമായി ഈ ആ ഒരു വിഭാഗത്തെ സമയത്താണോ ഈ ബ്ലാക്ക് ബോർഡ് പച്ചയാക്കാൻ അതിൽ ഇത്തിരി യുക്തിയായിട്ടുണ്ട്. കാരണം ബ്ലാക്ക് ബോർഡ് പച്ചയല്ലായിരുന്നു, അത് പച്ച നിറത്തിൽ ഇന്നും ആ ബോർഡുകളുണ്ട്. അതായത് പച്ച നിറത്തിലുള്ള ബോർഡിൽ ഒരു ഗ്ലാസ് പോലൊരു സംവിധാനത്തിൽ അത് വേറൊരു സാങ്കേതിക വിദ്യയാണ്, അതൊരു വസ്തുതയുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ ഒരു ഭീതിജനകമായ സാഹചര്യം ഉണ്ടായപ്പോൾ അതൊക്കെ സംശയത്തിന് നിലയിൽ വന്നതാണ്, അത് വേറെ വിഷയമാണ്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ, അതായത് കുട്ടികളിൽ സാമൂഹ്യശാസ്ത്ര ബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ ക്വിസ് പരിപാടിയുടെ ഭാഗമായാണ് ഈ ചോദ്യം വന്നത്. ഈ ചോദ്യം അങ്ങനെ ഒരു അധ്യാപകന് ചോദിക്കാൻ പറ്റില്ല, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ എൻഡോസ് ചെയ്യണം, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും നടപടിയെടുക്കാതെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് ഈ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് വിചിത്രമായി പോയത്. എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ഇവിടെ? ഈ മന്ത്രി കസേര എന്ന് പറയുന്നത് തമാശ കളിക്കാനുള്ള സ്ഥലമല്ല. ഒന്നാമതൊരു മന്ത്രിയും ഇങ്ങനെ ഉത്തരവിടുകയോ അങ്ങനെ ചെയ്യുകയോ അല്ല, ആ സെക്രട്ടറിയാണ് ഉത്തരവൊക്കെ പുറപ്പെടുവിക്കുക. മന്ത്രിസഭയിൽ അത് കൃത്യമായി തീരുമാനമെടുക്കുകയും മന്ത്രി അത് മന്ത്രിതലത്തിൽ അതിൻ്റെ നിർദ്ദേശം നൽകുകയാണ് ചെയ്യുക. അതിനെ സംബന്ധിച്ച് രേഖകളുണ്ടാവും. പക്ഷേ ഇത്തരത്തിൽ ഉത്തരവിട്ടതിൽ മന്ത്രിയുടെ പേര് അങ്ങനെയൊക്കെയാണ് ഓരോ വല്ലാത്ത ഒരു അവസ്ഥയാണ്. സസ്പെൻഷൻ ഓർഡർ മന്ത്രി എന്തിനാണ് ഇടപെടുന്നത്? ഒന്നാമത് ഗസറ്റഡ് ഓഫീസറുടെ കാര്യത്തിൽ മാത്രമേ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അത്തരത്തിൽ പല ചട്ടങ്ങളൊക്കെ ഉണ്ട്. ഗസറ്റഡ് ഓഫീസറുടെ നിയമനവും അല്ലെങ്കിൽ സസ്പെൻഷനൊക്കെ സംബന്ധിച്ചാണ് തിരുവനന്തപുരത്ത് അന്വേഷണം അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ തീരുമാനം വരേണ്ടത്. ഇത്തരത്തിൽ തീർത്തും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ നിന്ന് കോടതിയുടെ ഈ നിഗമനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഗൗരവമായി തോന്നുന്നു അനാവശ്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് നടത്തുന്നു. അതിൻ്റെ ലക്ഷ്യം അവിടെയാണ് പ്രശ്നം. ഇത് കേവലം ഒരു ചോദ്യമോ ആ ചോദ്യത്തിലെ അംശമോ അല്ല, അതിൻ്റെ പിന്നിലെ ഇത്തരത്തിൽ ഈ വക വർത്തമാനങ്ങൾ പറയുന്നതിന് പിന്നിലെ ചില ഗൂഢലക്ഷ്യങ്ങൾ, അതാണ് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്. ഈ ഇൻസിഡൻ്റാണ്, കോടതിയുടെ മുന്നിലാണ്. പക്ഷേ അതിന് പിന്നോടുള്ള വിഷയങ്ങൾ രാഷ്ട്രീയമായി നേരിടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.